നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ഏകദേശം 2000 കലോറീസ് മതി ബേസിലായിട്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള വർക്കും ആക്ടിവിറ്റീസും ഒക്കെ കൂടുമ്പോൾ ഒരു 2800 വരെ കലോറി ഉപയോഗിക്കാം. അപ്പോൾ അമിതമായിട്ട് വരുന്ന കലോറികൾ ഊർജം അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് അത് അടുത്ത ദിവസം കൊഴുപ്പായിട്ട് കൺവെർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അമിതവണ്ണത്തിന് ഇടയാക്കും. അമിതവണ്ണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഇൻസുലിന് റെസിസ്റ്റൻസ് വരും. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇൻസുലിന് പ്രതിരോധം അല്ലെങ്കിൽ ശരീരത്തിൽ റെസിസ്റ്റൻസ് വരുമ്പോൾ അത് അണ്ഡാശയത്തിൽ പുരുഷ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടാനിടയാക്കും. പിന്നെ അണ്ടോൽപാദനം ശരീരത്തിലെ LH ഹോർമോണിൻ്റെയൊക്കെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നതുകൊണ്ട് അണ്ടോൽപാദനം അല്ലെങ്കിൽ അണ്ടം, അതായത് ഒരു ആർത്തവം ഉണ്ടായ ഉടനെ ഒരു ഫോളിക്കിള് വലുതായി വരുന്ന ഒരു അവസ്ഥയെ അത് തടയും. അപ്പോൾ ചെറിയ ചെറിയ കുമിളകളായിട്ട് അണ്ഡാശയ ആവരണത്തിൽ അത് കുമിഞ്ഞുകൂടി കിടക്കും. അതുകൊണ്ടാണ് അണ്ഡാശയത്തിലെ കുമിളകളാണെന്ന് സ്കാൻ ചെയ്യുമ്പോൾ PCOD-കാരുടെ അടുത്ത് പറയുന്നത്. പിന്നെ മറ്റൊന്ന് കോസ്മെറ്റിക് ആയിട്ടുള്ള എഫക്റ്റുകൾ, അതായത് മുഖക്കുരു വരാം, പിന്നെ ഈ കഴുത്തിന് പുറത്ത് കയ്യിലൊക്കെ ബ്ലാക്കായിട്ട് കളർ വരാം, അക്കാന്തോസിസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും പിന്നെ ഈ പുരുഷ ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള അളവിൻ്റെയും ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ അമിതവണ്ണമാണ്. അപ്പോൾ PCOD ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനമാണ് അമിതവണ്ണവും പിന്നെ ഭക്ഷണക്രമം, വ്യായാമം. അപ്പോൾ ഭക്ഷണക്രമവും വ്യായാമത്തിൽ കൂടെ മാത്രമേ ആ അമിതവണ്ണത്തിന് ഒരു പരിധിവരെ പരിഹാരം കിട്ടുകയുള്ളൂ.